ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഇത്തിരി ശമിച്ചിട്ടുണ്ട്, എന്നാലും മൂടിക്കെട്ടി കിടക്കണേന്ന്. അതേ ഫിഷ് ടാങ്കിൽ വെള്ളം അങ്ങോട്ട് നിറഞ്ഞിട്ടൊന്നുമില്ല. ഫുഡൊക്കെ ഇട്ട് കൊടുത്തു മീനിന്. അപ്പം നേരെ കിച്ചണിലോട്ട് പോട്ടെ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ മഴയായതുകൊണ്ട് ചായക്ക് വെച്ചു. ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടേ ഉള്ളൂ ഇനി ബാക്കിയത്തെ പണി. ചായ തിളച്ചു ഗൈസ്. ചായ കുടിച്ചിട്ടുള്ളൂ. ജോലിയൊക്കെ അപ്പോൾ ചായ റെഡിയായി. ചായ എടുക്കട്ടെ. മഴയത്ത് നല്ല ചൂട് ചായ കുടിക്കട്ടെ കേട്ടോ. ഗോഡ്ബിൻകുട്ടിന് ഞാൻ ചായ എടുത്തിട്ടുണ്ടേ. ഗോഡ്ബിൻകുട്ടൻ പല്ലേക്കണേന്ന്. അങ്ങനെ ഗൈസ് ദേ അമ്മ മഴയൊക്കെ കണ്ട് ചായ കുടിക്കണേന്ന്. അപ്പതേ ദോശക്ക് മാവ് റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് മാവെടുത്ത് മാറ്റണം. അപ്പം ഞാൻ പകുതി മാവെടുത്ത് മാറ്റി കേട്ടോ. അതെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ. ഉപ്പിടാതെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം, അല്ലെങ്കിൽ പൊളിച്ചു പോവേ. ദോശക്കല്ല് ചൂടായി. അപ്പം നേരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ ഇങ്ങനത്തെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗായ്സ് ദേ നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാകണ്ട, നല്ലത് ചുരുട്ടി എടുക്കുക. കണ്ടോ, ഇപ്പോൾ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം എൻ്റെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ സാമ്പാർ തിളക്കണേണ്. അപ്പോൾ ദേ മുട്ട പൊരിക്കാൻ പോണം. കുട്ടികൾക്ക് കൊണ്ടുപോകാനാണ്. അവർക്ക് ദോശ വെക്കുമ്പോൾ ഞാൻ മുട്ട പൊരിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. ഓർബിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ദോശയും മുട്ടയൊക്കെ കൂട്ടി കഴിക്കണം. ഇതെന്താ കോമള വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഗോഡ്ബിന് ദോശ എടുത്ത് വെച്ചു, ചിന്നുമോക്കും വെച്ചു. സാമ്പാറാണ് കേട്ടോ ദോശക്ക്. പിന്നെ നമുക്കില്ലേ എനിക്ക് മുട്ട എടുത്ത് നോക്കട്ടെ കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച മുട്ടയാണ്. ചിന്നുമോക്കും എടുത്ത് വെച്ചു. പിന്നെ കഴിക്കാനെടുത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ കഴിക്കാനെടുത്തു. അപ്പോൾ കറി മുട്ടക്കറിയുടെ ചാറ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സാമ്പാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോഡ്ബിൻകുട്ടനും കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നാ ഗോഡ്ബിന്നെ, ഗോഡ്ബിൻ രാവിലെ ഇരുന്ന് കഥ ബുക്ക് വായിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.